സക്കറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കും. ശക്തിയാലുമല്ല സൈന്യങ്ങളുടെ സക്കറിയാവിനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാവിത് സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല എന്റെ ആത്മാവിനാലത്രേ. ഹല്ലേലൂയ. നമ്മൾ എല്ലായ്പ്പോഴും അനവധി പ്രാവശ്യം കേട്ടിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉരുവിടുന്ന നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വചനമാണ് എന്ന് നമ്മൾ വായിച്ചു കേട്ടത്. എല്ലാ ദൈവിക വചനങ്ങളും നമ്മളെ ശക്തിപ്പെടുത്തുമെങ്കിലും ചില വാക്യങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കി അതിനെ നമ്മൾ ആശ്രയിക്കുകയും അതിൽ നമ്മൾ ധ്യാനിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി സെരുബ്ബാബേലിനെ ധൈര്യപ്പെടുത്തുവാൻ സെക്കറിയാവിൽ കൂടെ ദൈവാത്മാവ് പ്രസ്താവിച്ച കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. കോരേശ് ഒരു ജാതീയ രാജാവായിരുന്നു. ജാതീയ രാജാവിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തിച്ചു. ബാബിലോണിൽ അടിമകളായിരുന്ന യഹൂദന്മാരെ അവിടെ നിന്ന് വിടുവിക്കുന്നതിനും മാത്രമല്ല അവരെ മടങ്ങി സ്വദേശത്ത് വന്ന് ദൈവാലയം പണിയുവാൻ അവരെ സഹായിക്കുവാനും അവന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തി. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരാൾ ജനിക്കും എന്ന് ദൈവാത്മാവിൽ വെളിപ്പാടുണ്ടായിരുന്നു. കോരേശന്റെ ഇടയൻ അവൻ എന്റെ ഹിതമൊക്കെയും ചെയ്യും എന്ന തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ദേവാലയം പുതുക്കി പണിയുന്നതിനു വേണ്ടി എസ്രായേലിന്റെ നേതൃത്വത്തിൽ ജനത്തിന്റെ ആത്മീക നിലവാരത്തിന്റെ ഉദ്ധാരണത്തിനു വേണ്ടി നെഹെമ്യാവിന്റെ നേതൃത്വത്തിൽ തകർന്നു കിടക്കുന്ന മതിലിന്റെ പുനർനിർമ്മാണത്തിനു വേണ്ടി അവർ മടങ്ങി വന്നതിനെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. BC 535 സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്ന ആളുകൾ ദൈവാലയത്തിന്റെ പണി ആരംഭിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ദൈവാലയത്തിന്റെ പണി ആരംഭിക്കുവാൻ തുടങ്ങിയപ്പോൾ അത് അനായാസമായ ഒരു പ്രവൃത്തി ആയിരുന്നില്ല എന്ന് നമുക്ക് തിരുവഴുത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് കഴിയും. വിവിധ നിലകളിൽ ആ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാനും തുരങ്കം വയ്ക്കുവാനും നശിപ്പിക്കുവാനും എതിരാളികൾ അവരുടെ ആയുധങ്ങൾ മുഴുവൻ എടുത്തു എന്ന് തിരുവഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നിന്റെ വേദഭാഗം നമുക്ക് വായിക്കാം. എസ്രായേലിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 4ഉം 5ഉം വായിച്ചാൽ പണിയാതിരിക്കേണ്ടതിന് അവരെ ഭയപ്പെടുത്തി അവരെ പേടിപ്പിച്ചു. അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. രാജാവ് പണി നടത്തുന്നതിന് അനുകൂലമാണെങ്കിലും നമുക്കറിയാം എല്ലാ കാര്യങ്ങളും രാജാവ് നേരിട്ടല്ല ചെയ്യുന്നത്. അതിന് താനാക്കിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്ത് നീതി മറിച്ചു കളഞ്ഞ് ആലയത്തിന്റെ പണിയെ തടസ്സപ്പെടുത്തുന്ന ദുഷ്ടതയാണ് ഇവിടെ ഒരു വശത്ത് ശത്രു ചെയ്യുവാനിടയായിത്തീർന്നത്. ശത്രു നമ്മളെ പരിഹസിക്കും, ശത്രു നമ്മളെ പരാജയപ്പെടുത്തുവാൻ നോക്കും, ശത്രു ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്ത് നമ്മുടെ നീതി നിവർത്തിക്കാതിരിക്കുവാനായിട്ട് ശ്രമിക്കും. പലപ്പോഴും നമ്മൾ നിർവിചാരികളായി ഉറങ്ങിക്കിടക്കുമ്പോഴും ദൈവാലയത്തിന്റെ പണി നശിപ്പിച്ചു കളയുവാൻ പിശാച് അലറുന്ന സിംഹം പോലെ നടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോകുവാനിടയാകരുത്. നമ്മെ ദൈവം ഏൽപ്പിച്ച സ്ഥാനത്ത് നമ്മൾ അവിശ്വസ്തരായി നിൽക്കുമ്പോഴും നമ്മൾ ബലഹീനരായി നിൽക്കുമ്പോഴും പിശാച് അവന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അവരങ്ങനെ ഒരടവാണ് ആദ്യം പ്രയോഗിച്ചത്. രണ്ടാമത് അവരെടുത്ത ആയുധം എന്താണെന്ന് അതിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നോക്കൂ, രണ്ടാമതായി അവര് രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. എന്താ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നദിക്ക് ഇക്കരെയുള്ള ഈ യഹൂദ നാട്ടിൽ പാർക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണ്? മത്സരികളായിട്ടുള്ള ആളുകളാണ്. അവരിപ്പോൾ രാജാവിന്റെ മുമ്പിൽ തിരുമുമ്പിൽ സേവക്കാരായി നിന്നാലും അവരാലയവും പണിത്
അവരുടെ മധുരം കെട്ടി ജനത്തിന്റെ ആത്മീയ നിലവാരം യഥാസ്ഥാനത്താക്കി കഴിഞ്ഞാൽ അവിടുത്തേക്ക് കരമോ ചുങ്കമോ ലഭിക്കേണ്ടതൊന്നും ഇവർ തരികയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും ഈ പണി മുടക്കണം. എല്ലാ ഭാഗവും നിങ്ങൾ വായിക്കണ്ട, താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ അവർ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ കൊട്ടാരത്തിലെ ഉപ്പ് നിന്ന് ജീവിക്കുന്ന നന്ദിയുള്ള ആളുകളായതുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾ രാജാവിനെ എഴുതി അറിയിക്കുന്നത് എന്നാണ് അവർ താഴത്തെ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശത്രുവിന്റെ മുമ്പിൽ ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ. എന്താണത്? എങ്ങനെയെങ്കിലും ഈ പണി നടക്കാതിരിക്കണം. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും പിശാചിന്റെ പദ്ധതി അതിനെ പണിയാതിരിക്കുക എന്നുള്ളതാണെങ്കിൽ അതിനുപരിയായി എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നാണ് സെക്കറിയാവ് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ഈ പശ്ചാത്തലത്തിൽ സെരുബ്ബാബേൽ ഗവർണർ ആയതുകൊണ്ട് അയാളൊരു കാര്യം വിചാരിച്ചു, ഞാൻ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്, എനിക്ക് അധികാരം പ്രയോഗിക്കുവാൻ കഴിയും. ഞാൻ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്, എനിക്ക് പട്ടാളത്തെ ഉപയോഗിക്കുവാൻ കഴിയും. നിന്റെ അധികാരം കൊണ്ടല്ല, നിന്റെ സ്വന്തം ശക്തി കൊണ്ടല്ല സെരുബ്ബാബേലെ ഈ ആലയം പണിയുന്നത്. അതുകൊണ്ടാണ് സെക്കറിയാവ് വിളിച്ചു പറഞ്ഞത്, സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല എന്റെ ആത്മാവിനാലത്രേ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാലും ദൈവമക്കളെ ഓർക്കുക, പിശാച് ഏതൊക്കെ അടവുകൾ കൊണ്ടുവന്നാലും അവന്റെ പണി അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ എന്റെ സഭയെ പണിയും, സാധാരണ ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് കർത്താവായ യേശു വിളിച്ചു പറഞ്ഞെങ്കിൽ അവന്റെ കണ്ണിലെ ചോര തന്നാണ് അവൻ എന്റെ നിങ്ങളെയും വീണ്ടെടുത്ത് ഈ കൂട്ടായ്മയുടെ അംശങ്ങളാക്കി തീർത്തതെങ്കിൽ ഇതിനെ തകർത്ത് കളയുവാൻ ദുഷ്ടന്റെ ഒരു ആലോചനയ്ക്കും സാധ്യമല്ല. സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല എന്റെ ആത്മാവിനാൽ അത്രയും. ഒരുപക്ഷെ അവൻ നിന്നെ കളിയാക്കിയെന്നിരിക്കാം, ഒരുപക്ഷെ അവൻ നിന്നെ ഭയപ്പെടുത്തിയെന്നിരിക്കാം, ഒരുപക്ഷെ അവൻ നിന്നെ നിരാശയിലേക്ക് തള്ളിവിട്ടെന്നിരിക്കാം. എന്നാൽ ആത്യന്തികമായി നടക്കുവാൻ പോകുന്നത് എന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്താ കാര്യമെന്നറിയാമോ? കോലേജിന്റെ ഹൃദയത്തെ ഉണർത്തി നിന്റെ നിന്നയെ നീക്കുവാൻ എന്റെ കർത്താവാണ് തീരുമാനിച്ചതെങ്കിൽ അതിന്റെ മുകളിൽ കയറി ഒന്നും ചെയ്യുവാൻ പിശാചിന് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, സൈന്യത്താലെ അല്ല ശക്തിയാലെ അല്ല എന്റെ ആത്മാവിനാലത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവയായ ദൈവം എന്ന് പറഞ്ഞാൽ അവന് അസാധ്യമായ ഒരു കാര്യവുമില്ല. നീ എഴുന്നേറ്റ് വണിഞ്ഞാൽ മതി. നീ സൈന്യത്തിനും ശക്തിയിലും ആശ്രയിക്കണ്ട, നീ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രം നിന്നാ മതി എന്ന് പറഞ്ഞാൽ അത് നിർലോഭമായി നൽകി തരുവാൻ എന്റെ കർത്താവ് മതിയായവനാണെന്ന് വായിച്ച 2-3 വാക്യങ്ങൾ. ാണോ 7 വിളക്കിന് 7 കാലം അതിലേക്ക് ഒരിക്കൽ കൂടെ വായിക്കട്ടെ. നീ എന്ത് കാണുന്നുവെന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലയ്ക്കലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലതുഭാഗത്ത് ഒന്നും ഇടതുഭാഗത്തൊന്നും ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്താണ് ദൈവത്തിന്റെ വാഗ്ദത്തം? സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല, പിന്നെയോ എന്റെ ആത്മാവിനാലത്രേ. മോശയോട് ദൈവം പറഞ്ഞു, ദൈവാലയത്തിൽ വിളക്ക് തിരി കത്തേണ്ടതിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഇവിടെ ഇതാ നിർലോഭമായി ഒഴുകുന്ന എണ്ണയുള്ള ഒരു വിളക്ക് തണ്ട് പൊന്നിന്മേൽ സൃഷ്ടിച്ച് ദൈവമോട് നിർത്തിയിരിക്കുന്ന കാഴ്ച കാണിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ 2 വശത്തിൽ നിൽക്കുന്ന എന്താണെന്നറിയാമോ? 2 ഒലിവ് മരങ്ങളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ, നിന്റെ നന്മകൾ നശിപ്പിക്കുവാൻ, നിന്റെ ഉയർച്ചകൾ നശിപ്പിക്കുവാൻ ദുഷ്ടനായ പിശാച് ഏതൊക്കെ ആലോചനകൾ ഉണ്ടാക്കിയാലും അത് തീർന്നു പോകാതെ നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ അത് തീർന്നു പോകാതെ ഇതാ 2 ഒലിവ് മരങ്ങൾ നിന്റെ ഇരുവശവും നിരക്കുവേണ്ടി സൃഷ്ടിച്ച് ദൈവത്തിന്റെ ആത്മപ്രവാഹം
ദൈവത്തിന്റെ ഒഴുക്ക് ഒരിക്കലും തീർന്നു പോകാത്ത അനുഭവത്തിലേക്ക് നിന്നെ വിളിച്ചിട്ടാണ് അവൻ ചെറുപാവലിനോട് മൂന്ന് കൊടുക്കുന്നത്. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, എന്റെ ആത്മാവിനാലത്രേ. ഹല്ലേലൂയ. ദൈവം ചെയ്യുമ്പോൾ അവൻ പണിതറച്ച് ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. ദൈവം ചെയ്യുമ്പോൾ അവൻ ധാരാളമായി ചെയ്യുന്നവനാണ്. ലോകമായി വിതയ്ക്കുന്നവൻ ലോകമായി കൊയ്യുന്നു, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുന്നു. അമത്തെ കുറിച്ച് കാണിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുതലാണ് എന്നുകാലം നീ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ നീ സൈന്യത്തിൽ ആശ്രയിക്കണ്ട, നീ ശക്തിയിൽ ആശ്രയിക്കണ്ട, നീ ലോകത്തിലുള്ള ഓരോ ശക്തിയിലും ആശ്രയിക്കണ്ട. നിനക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ എഴുപമായി എഴുന്നേൽക്കുന്നു. അവന്റെ ശത്രുക്കൾ ചെറിപ്പോകുന്നു. നിന്റെ മറ്റത്തായിരം പേരും നിന്റെ മകന് മറ്റു 10,000 പേരും വീഴത്തക്കവണ്ണം ശക്തിയുള്ളവൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മെ അനുവദിക്കുന്നവൻ ഈ ലോകത്തേക്കാൾ ശക്തിയുള്ളവനാകിയാൽ അവൻ ആരംഭത്തിൽ തന്നെ അവസാനവും കാണുന്നവനാകിയാൽ എന്തുകാലം നിന്റെ ആശ്രയം നിന്റെ രക്ഷകനെ സമർപ്പിച്ച് ആലയത്തിന്റെ വഴിച്ചെടുക്കുവാനും മതിയായവനാണ്. സഭയെ വളർത്തുവാൻ എന്റെ ദൈവം മതിയായവനാണ്. ആ മക്കളെ ആദായപ്പെടുത്തുവാൻ എന്റെ ദൈവം മതിയായവനാണ്. നിന്റെ ദൃഷ്ടിഭാവം മാറ്റുവാൻ എന്റെ ദൈവം മതിയായവനാണ്. നിന്റെ തലമുറകളിൽ നന്മകൾ നൽകുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, എന്റെ ആത്മാവിനാലത്രയെന്ന് നിന്റെ ജീവിതത്തിൽ ഏറ്റുപറയ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. ദൈവം നിന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ പോവുകയാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, കീഴ്പോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ശത്രു ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ മാറ്റപ്പെടുന്നതും സൈന്യത്താലെയുമല്ല, ശക്തിയാലെയുമല്ല. പിന്നെയോ ദൈവാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്: പെരുപാബേലിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മഹാപർവ്വതമേ, പെരുപാബേലിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മഹാപർവ്വതമേ നീയാ. ഇന്നുപോലെ കാലം ഈ ആരാധന അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിന്റെ ആരാധനയ്ക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മഹാപർവ്വതം എന്താണ്? നിന്റെ ആത്മീക നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന മഹാപർവ്വതം എന്താണ്? ഹല്ലേലൂയ. നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ആ മഹാപർവ്വതം എന്താണ്? ഹല്ലേലൂയ. ജോലി സ്ഥലത്ത് നിനക്ക് സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ആ മഹാപർവ്വതം ഏതാണ്? ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവമക്കൾ അതിനെ അതിജീവിക്കുന്നതെന്ന് അറിയാമോ? അതിന്റെ കൃപ 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 എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്ക്. നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തെ ഒരു സമഭൂമിയാക്കി തീർക്കുവാൻ യേശുവിന്റെ രക്തത്താൽ ദേഹമെടുക്കുകയാണ്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്റെ കർത്താവിന് ചെയ്യുവാൻ പോവുകയാണ്. ഈ ആഴ്ചയിൽ തന്നെ നീ കാണുന്ന ഒരു അടയാളം. ഹല്ലേലൂയ. നമ്മൾക്ക് എനിക്കൊരു അടയാളം നൽകിത്തരണമെന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പോകാതെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ എന്റെ കർത്താവ് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അടയാളം നൽകി തരുവാൻ പോവുകയാണ്. വിടുതലിന്റെ കരം എന്റെ കർത്താവ് നീക്കുവാൻ പോവുകയാണ്. ആത്മീകമായി ആയിക്കൊള്ളട്ടെ, അത് ഭൗതികമായി ആയിക്കൊള്ളട്ടെ, അതേത് നിലവാരത്തിലായാലും എന്റെ കർത്താവ് ചെയ്തെടുക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നത് അറിയാമോ? ചെറുബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. അവന് എതിരാളിയെ കണ്ട് ഭയപ്പെട്ടു നിൽക്കുകയല്ല. രാജാവിന് കൈക്കൂലി കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കാലങ്ങളിലെ ചിട്ടകൾക്കനുസരിച്ച് അവൻ ഭയവിഹ്വലനായി നിൽക്കുകയല്ല. പിന്നെ അവൻ എന്ത് ചെയ്യുകയെന്നറിയാമോ? എഴുന്നേറ്റ് പണിയുവാൻ പോവുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവം നിങ്ങളോട് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു. നിന്റെ രാജ്യത്തിന്റെ കർത്താവ് കൊണ്ടുവന്നത് എന്റെ കർത്താവ് നിന്നെ പ്രതിദേശമുണ്ട്. എന്റെ കർത്താവിനെ എങ്ങനെയാണെന്നറിയാമോ? സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, എന്റെ ആത്മാവിനാലത്രേ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിക്കുന്നു വരും. അവരുടെ ദാസന്മാരായ ഞങ്ങൾ അറിയുമെന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ എഴുന്നേൽക്കാൻ തീരുമാനിക്കുക, എഴുന്നേൽക്കാൻ തീരുമാനിക്കുക, എഴുന്നേൽക്കാൻ തീരുമാനിക്കുക. വലിയ പോലെ കിടക്കുവാനല്ല നിന്റെ ആ പഴയ പുതപ്പ്, നിന്റെ സംശയത്തിന്റെ പുതപ്പ്, നിന്റെ വിക്ഷാരണത്തിന്റെ പുതപ്പ്, നിന്റെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ആ വൃത്തികെട്ട പുതപ്പിനെ എഴുതി
പ്രാർത്ഥിച്ച് ഇന്ന് പുറക്കാലം ചാരി എഴുന്നേറ്റ് നിന്റെ രക്ഷകന്റെ സൗകര്യത്തെ പോലും വരുമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, അതിന് കൃപ 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 എന്ന് പറഞ്ഞ് നീ ആണിക്കത് കൈപ്പിടിക്കും. കൈകെട്ടാതെയല്ല, ശക്തികാരെയല്ല, എന്റെ ആത്മാവിനാണത്രേ ദൈവത്തിന്റെ പണി കെട്ടെടുക്കുവാൻ എന്റെ കർത്താവ് മതിയായവനാണ്.